Now let's move on to the next topic, which is non-uniform flow in channel. So let's see what is non-uniform flow. Non-uniform flow means when the depth of flow changes from section to section along its length of the channel, then we call it as non-uniform flow, which means suppose you have a channel like this. So this is a channel. You take a section at this particular point, let this be section 1 1 and let this be section 2 2. If the depth of flow was y1 at section 1 and y2 at section 2, which means at section 1 it is y1 and section 2 it is y2. That is, depth changes from section to section. Depth എന്ന് പറയുന്നത് സെക്ഷൻ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ വി കോൾ ഇറ്റ് ആസ് നോൺ യൂണിഫോം ഫ്ലോ. അങ്ങനെ വേരി ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് യൂണിഫോം ഫ്ലോ. ഇവിടെയും y1 ആണ്, ഇവിടെയും y1 ആണെങ്കിൽ വിച്ച് മീൻസ് ഡെപ്ത് ഈസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂണിഫോം ഫ്ലോ. സോ അതാണ് നോൺ യൂണിഫോം ഫ്ലോ, വിച്ച് മീൻസ് ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. ദെൻ നോൺ യൂണിഫോം ഫ്ലോയിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ. സോ ഗ്രാജുവലി വേരിഡ് ഫ്ലോ മീൻസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. സ്റ്റഡി മീൻസ് ഡെപ്ത് ഡു നോട്ട് വേരി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ഡെപ്ത് ചേഞ്ച് ചെയ്യില്ല. ഇന്ന് നോക്കുമ്പോൾ ഡെപ്ത് y ആണ്, നാളെ നോക്കുമ്പോൾ ഡെപ്ത് y ആണ്, വിച്ച് മീൻസ് ഡെപ്ത് ഈസ് നോട്ട് ചേഞ്ചിങ്. സോ ഇറ്റ് ഈസ് സ്റ്റഡി ഫ്ലോ. ഇറ്റ്സ് എ സ്റ്റഡി ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം. GVF means it's a steady non-uniform flow in which depth of flow changes or varies gradually. ഡെപ്ത് ചേഞ്ച് ചെയ്യുന്നത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും. പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ. ഒറ്റയടിക്ക് ഡെപ്ത് മാറത്തില്ല. 2 മീറ്റർ പെട്ടെന്ന് 5 മീറ്റർ ആകത്തില്ല. 2 മീറ്റർ പതുക്കെ പതുക്കെ കൂടി അല്ലെങ്കിൽ കുറഞ്ഞ് വരും. കൂടുകയാണോ കുറയുകയാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ടേക്സ് പ്ലേസ് ഗ്രാജുവലി. Then rapidly varied flow means from the name itself we can interpret the depth of flow changes abruptly or rapidly. പെട്ടെന്നായിരിക്കുക ഡെപ്ത് ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ ഡെപ്ത് ഇസ് റാപ്പിഡ്. സോ അതാണ് നോൺ യൂണിഫോം ഫ്ലോ. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് GVF ആൻഡ് RVF. The next is dynamic equation of gradually varied flow. So before moving on to dynamic equation, derivation of dynamic equation, we need to fix some assumptions. സോ ഈ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് വാട്ട് ആർ ദ അസംഷൻസ് മെയ്ഡ് ഇൻ ദ ഡെറിവേഷൻ ഓഫ് ഡൈനാമിക് ഇക്വേഷൻ ഫോർ GVF. സോ അസംഷൻസ് എന്തായാലും പഠിച്ചു വെക്കണം. ഫസ്റ്റ് അസംഷൻ ഈസ് ദ യൂണിഫോം ഫ്ലോ ഫോർമുല ലൈക്ക് Chessy's equation, Manning's equations are valid for gradually varied flow also. That is the first assumption. The uniform flow formulas may be used to evaluate the energy slope of a gradually varied flow. So ഏതൊക്കെയായിരുന്നു? Manning's equationസും Chessy's equationും. Manning's equation was V is equal to 1 by n r raised to 2 by 3 into s raised to 1 by 2. ഇതിൽ നിന്നും s എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? s raised to 1 by 2 will be equal to Vn divided by r raised to 2 by 3. s raised to 1 by 2 കളയാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യുമ്പം ദിസ് ബിക്കംസ് സ്ക്വയർ ആകും. ഇവിടുത്തെ റൂട്ട് അല്ലെങ്കിൽ 1 by 2 പോവും. So the equation becomes S അല്ലെങ്കിൽ SF is equal to, for gradually varied flow is equal to Vn divided by r raised to 2 by 3 the whole raised to 2. അത് from Manning's equation. Now from Chessy's equation, Chessy's equation is V is equal to C into root of RS ആയിരുന്നു. അല്ലെങ്കിൽ എസ് റേസ് 1 by 2 എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ നിന്നും എസ് റേസ് 1 by 2 അല്ലെങ്കിൽ റൂട്ട് എസ് ഈസ് ഈക്വൽ ടു വി ബൈ സി റൂട്ട് ആർ എന്ന് കിട്ടും. സ്ക്വയർ ചെയ്യുമ്പം 1 by 2 പോകും. ഇവിടുത്തെ ഇവിടെ വി ബൈ സി റൂട്ട് ആർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സ്ലോപ്പ് വി ബൈ സി റൂട്ട് ആർ ദ ഹോൾ സ്ക്വയർ. സോ ഈ രണ്ട് ഇക്വേഷൻസും വാലിഡ് ആണ്. അതാണ് ഫസ്റ്റ് അസംഷൻ. Second assumption is bottom slope of the channel is very small.
സ്ലോപ്പ് ഓഫ് ദ ചാനൽ ബെഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. തേർഡ് അസംഷൻ ഈസ് ചാനൽ ഈസ് പ്രിസ്മാറ്റിക്. പ്രിസ്മാറ്റിക് ചാനൽ മീൻസ് ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യില്ല. ദ ഷേപ്പ് ഓഫ് ദ ക്രോസ് സെക്ഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ചാനൽ. റെക്ടാംഗുലർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ത്രൂ ഔട്ട് ഇറ്റ് ഈസ് റെക്ടാംഗുലർ. ട്രപ്പിസോഡൽ ചാനൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി trapezoidal throughout its length. That's the third assumption. Fourth assumption is energy correction factor. Alpha is unity. Energy correction factor നമ്മൾ മുമ്പത്തെ മോഡലിൽ പഠിച്ചതാണ്. സോ എനർജി കറക്ഷൻ ഫാക്ടർ വാല്യൂ അല്ലെങ്കിൽ ആൽഫ വാല്യൂ വിൽ ബി ഈസ് ഈക്വൽ ടു 1 ആണ്. ഫിഫ്ത്ത് അസംഷൻ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക്. ദാറ്റ് ഈസ് പ്രഷർ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് അല്ലെങ്കിൽ റോ ജി ഇസെറ്റ്. ആ ഇക്വേഷൻ വാലിഡ് ആണ്. സിക്സ്ത് വൺ, the roughness coefficient is independent of depth of flow. Roughness coefficient is independent of depth of flow and it is constant throughout the length of the channel reach. നമ്മളിരിക്കുന്ന ചാനലിൻ്റെ ത്രൂ ഔട്ട് ദ ലെങ്തിൽ അതിൻ്റെ ചാനൽ ബെഡിൻ്റെ റഫ്നെസ് അല്ലെങ്കിൽ റഫ്നെസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഈ 6 അസംഷൻസ് ആണ് ഡെറിവേഷൻ ഓഫ് ഡൈനാമിക് ഇക്വേഷൻ ഫോർ GVF നമ്മൾ എടുത്തിരിക്കുന്നത്. നൗ ഡെറിവേഷനിലേക്ക് നോക്കാം. നമ്മളൊരു ചെറിയ സ്ട്രെച്ച് എടുത്തു, ചാനലിൻ്റെ ചെറിയൊരു സ്ട്രെച്ച് എടുത്തു, ആൻഡ് വി റൈറ്റ് ഇക്വേഷൻ ഫോർ ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി H is equal to, total energy is combination of kinetic energy head, potential energy head and last pressure energy head. So kinetic energy head is V square by 2G. V square by 2G വരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. kinetic energy is half of V square, so divided by വെയിറ്റ് ചെയ്യുന്നതാണ് എല്ലാത്തിനെയും. So V square by 2G plus Y plus Z. That's the total energy. V square by 2G is kinetic energy head, Y is pressure energy head and Z is potential energy head. ഇനി അതിൽ നമുക്കറിയാം Q is equal to A V ആണ്, A into V ആണ്. അതിൽ നിന്നും വെലോസിറ്റി V is equal to Q by A ആണ്. സോ ഈ ഇക്വേഷനിലെ വെലോസിറ്റി Vക്ക് പകരം Q by A എന്ന് കൊടുക്കുക. സോ Q by A the whole square ആകും. അപ്പോൾ ഇക്വേഷൻ ബിക്കംസ് Q square by 2G A square എന്നാവും പ്ലസ് Y പ്ലസ് Z. പിന്നെ എലോങ് ദ സ്ലോപ്പ് ഓഫ് ദ ബെഡ്, ആ ലെങ്തിനാണ് അല്ല ആ ഡിസ്റ്റൻസിന് നമ്മൾ എക്സ് എന്നാണ് പറയുന്നത്. എക്സാക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഈ ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇക്വേഷൻ ബിക്കംസ് dH by dx is equal to d by dx of Q square by 2G A square plus dy by dx plus dz by dx എന്ന് വരും. ഇതിൽ dH by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H മീൻസ് ടോട്ടൽ ഹെഡ് ആണ്, ദാറ്റ് ഈസ് V square by 2G plus Y plus Z. ആ ടോട്ടൽ ഹൈറ്റ് ആണ് H. സോ H എങ്ങനെ വേരി ചെയ്യുന്നു, അതായത് ഇതാണ് ഇവിടുത്തെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ H1 ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് H2. dH by dx മീൻസ് എക്സ് ഡിസ്റ്റൻസ് മാറുമ്പോൾ H എങ്ങനെ മാറുന്നു, Hൻ്റെ വാല്യൂ എങ്ങനെ മാറുന്നു. ഇവിടെ H1 ആയിരുന്നു, ഇവിടെ H2 ആയി. അതായത് ഈ സർഫസ് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് അതെങ്ങനെ പോകാൻ കാരണം എന്താണ്, അതിൻ്റെ സ്ലോപ്പാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു dH by dx വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ എനർജി ലൈൻ അല്ലെങ്കിൽ SF എന്ന് വിളിക്കാം. നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എനർജി ലൈൻ്റെ സ്ലോപ്പാണ് SF. അതേപോലെ ചാനൽ ബോട്ടത്തിൻ്റെ സ്ലോപ്പാണ് SX അല്ലെങ്കിൽ S0, S0 എന്നും പറയും. സോ dH by dx is equal to slope of energy line, that is equal to minus SF. അതേപോലെ dZ by dx is equal to slope of channel bed, that is S0. രണ്ടും നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് സൈൻ ഈസ് ബിക്കോസ് നമുക്ക് ആ ഫിഗറിൽ നിന്ന് കണ്ടാൽ അറിയാം S0 and SF negative signs for S0 and SF indicates that as X increases H and Z decreases. So X ഡയറക്ഷനിൽ പോകുമ്പം Z വാല്യൂ നോക്കി, Z ലെഫ്റ്റ് സൈഡിൽ Z വാല്യൂ കൂടുതലായിരുന്നു. സോ എക്സിലേക്ക് പോകും തോറും Z വാല്യൂ കുറഞ്ഞു പോവുകയാണ്, അങ്ങോട്ട് ടേപ്പർ ചെയ്ത് പോവുകയാണ്. സോ അതേപോലെ തന്നെ ടോട്ടൽ Hഉം കുറഞ്ഞു, എക്സ് കൂടുന്നതിനനുസരിച്ച് Hഉം Zഉം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തത്.
dy by dx is the slope of water surface. ഇനി നമ്മുടെ ഈക്വേഷൻ dh by dx is equal to d by dx of q square by 2g a square. ആ ഇക്വേഷൻ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. dh by dx is equal to d by dx of q square by 2g a square plus dy by dx plus dz by dx. നമ്മൾ പറഞ്ഞു dh by dx is equal to മൈനസ് എസ് എഫ് ആണ്. അതുപോലെ dz by dx is equal to മൈനസ് എസ് നോട്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dh by dx ന് വരെ മൈനസ് എസ് എഫ് എന്നും dz by dx ന് വരെ മൈനസ് എസ് നോട്ട് എന്നും കൊടുക്കുക. സോ ഇക്വേഷൻ ബിക്കംസ് dh by dx ന് വരെ മൈനസ് എസ് എഫ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുക്കുക. q square by 2g is a constant, so it can be taken outside. So it becomes q square by 2g into derivative of 1 by a square. 1 by a square derivative minus 2 by a cube into dA by dx. പിന്നെ ബാക്കി വരുന്നത് പ്ലസ് dy by dx ഉണ്ട്. അടുത്തൊരു dz by dx ഉണ്ട്. അതിന് നമ്മൾ മൈനസ് എസ് നോട്ട് എന്ന് വിളിച്ചു. ഈ ടൂവും ക്യാൻസൽ ആയിപ്പോയി. സോ ബാക്കി വരുന്നത് എടുത്തെഴുതാം. അതുപോലെ ഈ എസ് നോട്ടിന് നമുക്ക് എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് എസ് നോട്ട് മൈനസ് എസ് എഫ് എന്നാവും. എസ് നോട്ട് മൈനസ് എസ് എഫ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെയാണ് ബാക്കിയുണ്ട്? q square by minus q square by g into a cube into dA by dx minus q square by g a cube into dA by dx എന്ന് വരും. പ്ലസ് ഒരു dy by dxും കൂടെ ഉണ്ട്. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ dA by dxനൊരു വാല്യൂ കണ്ടുപിടിക്കണം. സോ dA by dx നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ ഇവിടെ നിൽക്കട്ടെ. ഇതിൽ dA by dx നമ്മൾ ചെയ്യാൻ പോകുന്നതിന് dA by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ താഴെ മുകളിൽ ഒരു dy വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു dy താഴെ കൊടുക്കും. കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു dy മുകളിലും കൊടുത്തു. dy by dx സെയിം ഇക്വേഷൻ. dy ക്യാൻസൽ ആയാൽ dA by dx തന്നെ വരും. സോ കുഴപ്പമില്ല. ഇനി എന്താണ് dA by dy? dA മീൻസ് ഒരു സ്മോൾ ഏരിയ ആണ്. സ്മോൾ ഏരിയ എടുക്കാൻ വേണ്ടി നമ്മൾ സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും ഓഫ് തിക്നെസ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നോക്കിയായിരുന്നു ടി വിഡ്ത്തുള്ള dy ഡെപ്തുള്ള ഒരു സ്മോൾ സ്ട്രിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ dA വിൽ ബി ഈക്വൽ ടു t ഇൻറ്റു dy വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. സോ t dy ആയിരിക്കും. അല്ലെങ്കിൽ dA by dy എന്തായിരിക്കും? dA by dy വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ T ആയിരിക്കും. സോ dA by dyക്ക് വരെ നമുക്ക് ക്യാപിറ്റൽ T എന്ന് കൊടുക്കാം. dA by dyക്ക് വരെ ക്യാപിറ്റൽ T എന്ന് കൊടുക്കുക. ഇതിൽ dA by dyക്ക് വരെ ക്യാപിറ്റൽ T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T ഇൻറ്റു dy by dx എന്ന് കിട്ടും. dA by dx. സോ ഈ ഇക്വേഷനിലെ dA by dxന് പകരം നമുക്ക് t ഇൻറ്റു dy by dx എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ് q സ്ക്വയർ ഇൻറ്റു ടി എന്നാവും. മൈനസ് q സ്ക്വയർ ഇൻറ്റു ടി ഡിവൈഡ് ബൈ g a ക്യൂബ് ആവും. എസ് നോട്ട് മൈനസ് എസ് എഫ് എന്ന് പറയുന്നത് എസ് നോട്ട് മൈനസ് എസ് എഫ് ഈസ് ഈക്വൽ ടു
minus q square t by ga cube into dy by dx പ്ലസ് ഒരു dy by dx കൂടെ ഉണ്ടായിരുന്നു. ഇത്ര കിട്ടി. ഇനി എന്താണ്, രണ്ട് ടേമിൽ നിന്നും dy by dx നമുക്ക് കോമൺ എടുക്കാം. സോ ഇക്വേഷൻ ബിക്കംസ് എസ് നോട്ട് മൈനസ് എസ് എഫ് ഈസ് ഈക്വൽ ടു dy by dx കോമൺ എടുത്താൽ dy by dx ഇൻറ്റു മൈനസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് മൈനസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് പ്ലസ് 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ 1 മൈനസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എന്നും എഴുതാം. ഇനി ഈ ഇക്വേഷനിൽ നിന്നും ഫൈൻഡ് ദ വാല്യൂ ഫോർ dy by dx. dy by dx ഒരു വാല്യൂ കണ്ടുപിടിക്കുക. സോ dy by dx മാത്രം ഒരു സൈഡിൽ നിർത്തുക. dy by dx is equal to s naught minus sf divided by 1 minus ബാക്കിയുള്ളത് q square t by g a cube 1 minus q square t by g a cube എന്ന് വരും. സോ ഇതാണ് ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. dy by dx is equal to s naught minus sf divided by 1 minus q square t by g a cube. ഇനി q square t by g a cube നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ, ഫ്രൂട്ട്സ് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞിരുന്നു. സോ q square t by g a cube a ക്യൂബിന് പകരം എഫ് ആർ സ്ക്വയർ അല്ലെ ഫ്രൂട്ട്സ് നമ്പർ സ്ക്വയർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ dy by dx is equal to s naught minus sf divided by 1 minus എഫ് ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ dy by dxൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും വെൻ വാട്ടർ ലെവൽ ഈസ് റൈസിങ്. വാട്ടർ ലെവൽ കൂടി വരുവാണെങ്കിൽ dy by dx വിൽ ബി പോസിറ്റീവ് ആൻഡ് വാട്ടർ ലെവൽ കുറഞ്ഞ് ഫോളിങ് ആണെങ്കിൽ dy by dx വിൽ ബി നെഗറ്റീവ്. ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്തത് ഡൈനാമിക് ഇക്വേഷൻ ഫോർ എനി ക്രോസ് സെക്ഷനിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡൈനാമിക് ഇക്വേഷൻ ഫോർ GVF വെൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് റെക്റ്റാങ്കുലർ. ഫോർ വൈഡ് റെക്റ്റാങ്കുലർ ചാനൽസ് നമ്മൾ പറയാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് വൈഡ് റെക്റ്റാങ്കുലർ ചാനൽ? വൈഡ് റെക്റ്റാങ്കുലർ ചാനൽ മീൻസ് എ റെക്റ്റാങ്കുലർ ചാനൽ where width is where the width of flow is okay. Wide rectangular channel means compared to width of flow, depth of flow എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. വിഡ്ത്തിനെ വെച്ച് നോക്കുമ്പം വിഡ്ത്ത് ബി ആണെങ്കിൽ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും, ഡെപ്ത്ത് വളരെ കുറവായിരിക്കും. സോ അതാണ് വൈഡ് റെക്റ്റാങ്കുലർ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ഏരിയ വിൽ ബി എന്തായിരിക്കും? ഏരിയ വിൽ ബി വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ആയിരിക്കും. സോ ബി വൈ ആയിരിക്കും ഏരിയ. ഏരിയ വിൽ ബി എ ഈസ് ഈക്വൽ ടു ബി വൈ. വെരിറ്റ് പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2y. നമ്മൾ പറഞ്ഞു വൈഡ് റെക്റ്റാങ്കുലർ ചാനലാണ്. സോ വിഡ്ത്ത് വെച്ച് നോക്കുമ്പം ഡെപ്ത് ഈസ് വെരി സ്മോൾ, വൈ ഈസ് വെരി മച്ച് ലെസ് കമ്പയർഡ് ടു ബി. അല്ലെങ്കിൽ നമുക്ക് വൈയെ നെഗ്ലക്റ്റ് ചെയ്യാം, സീറോയോട് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ എങ്ങനെ വരും? വൈ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സോ പി ബിക്കംസ് ഈക്വൽ ടു ബി. ഹൈഡ്രോളിക് റേഡിയസ് ആർ എന്തായിരുന്നു? ആർ ഈസ് ഈക്വൽ ടു എ ബൈ പി ആണ്. എ എന്ന് പറഞ്ഞാൽ ബി വൈ ആണ്, ബൈ പി എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ ബി ക്യാൻസൽ ആയാൽ യു ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു വൈ. ഹൈഡ്രോളിക് റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫോർ എ വൈഡ് റെക്റ്റാങ്കുലർ ചാനൽ ആർ ഈസ് ഈക്വൽ ടു വൈ. ഇനി വി ഹാവ് ഫ്രം മാനിങ്സ് ഇക്വേഷൻ ക്യൂ എന്താണ്? ക്യൂ ഈസ് ഈക്വൽ ടു, സോ ആർ ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ഈസ് ഈക്വൽ ടു എ വി ആണ്. എ ഈസ് ബി വൈ ഇൻറ്റു വി ഈസ് 1/n, r raised to 2/3.
പക്ഷെ നമുക്കിപ്പോൾ കിട്ടി r is equal to y എന്ന് കിട്ടി. സോ y raised to 2/3 into s raised to 1/2. So for non-uniform flow, Q is equal to 1/n by into y raised to 2/3 into sf raised to. Sf is the slope when flow is non-uniform. And y is the depth of flow when flow is non-uniform. So into sf raised to 1/2 എന്ന് എഴുതാം. ഇനി യൂണിഫോം ഫ്ലോയുടെ കേസിലാണെങ്കിൽ, so this is for non-uniform flow ആണ്. When flow is uniform, Q becomes equal to B into Y becomes Yn. Yn is a normal depth. When depth of flow is, when flow is uniform. Uniform flow ഉണ്ടാകുമ്പോൾ ഡെപ്ത് ആണ് Yn. സോ വൈക്കെല്ലാം Yn കൊടുക്കുക. സോ Byn into 1/n y raised to 2/3 into s naught raised to 1/2, where s naught is the slope when flow is uniform. Non-uniform flow ആകുമ്പം depth of flow y ആണ്, slope sf ആണ്. So equation becomes q is equal to 1/n by into y raised to 2/3 sf raised to 1/2 എന്ന് എഴുതി. ഫ്ലോ യൂണിഫോം ആകുമ്പം y എല്ലാം yn നോർമൽ ഡെപ്ത് ആവും. സോ yn വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് അസംപ്ഷൻ എന്തായിരുന്നു? ഫ്ലോ ഈസ് യൂണിഫോം, അല്ലെ യൂണിഫോം ഫ്ലോയുടെ ഇക്വേഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. സോ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 1/n ക്യാൻസൽ ആയി പോവും, ബി ക്യാൻസൽ ആയി പോവും. ഇക്വേഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആകുമ്പം 1/n by into y raised to 2/3 into sf raised to 1/2. This is equated to uniform flow case 1/n Yn into yn raised to 2/3 into s naught raised to 1/2. ഈ 1/n ക്യാൻസൽ ആയിപ്പോയി, ഈ ബി ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് y into y raised to 2/3 ആണ്. y into y raised to 2/3 means y raised to 5/3. So y raised to 5/3 into sf raised to 1/2 is equal to RHSൽ yn raised to 1 into yn raised to 2/3, that is yn raised to 5/3. yn raised to 5/3 into s naught raised to 1/2. ഇനി y ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക. സോ എന്ത് വരും? sf by s naught the whole raised to 1/2 is equal to sf by s naught എടുക്കുമ്പം yn by y the whole raised to 5/3 എന്ന് കിട്ടും. ഈ 1/2 അല്ലെങ്കിൽ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യുക. സോ സ്ക്വയർ ചെയ്യുമ്പം ഇവിടുത്തെ ഈ 1/2 പോവും, ഇവിടെ എന്നുള്ളത് സ്ക്വയർ ചെയ്യുമ്പം 10/3 ആവും. സോ sf by s naught is equal to yn by y the whole raised to 10/3 എന്ന് കിട്ടും. sf by s naught is equal to yn by y the whole raised to 10/3. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിക് ഇക്വേഷൻ ഈ കാണിച്ചേക്കുന്നതായിരുന്നു dy/dx. ഈ ഇക്വേഷനാണ്. അതിൽ ഒരു ടേമാണ് q² t/g^3. സോ q² t/g^3 വാല്യൂ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. q² t/g^3 എന്ന് പറയുമ്പോൾ q² t/g^3, ഇതിൽ t വാസ് ദ വിഡ്ത്ത് ഓഫ് ചാനൽ. നമ്മൾ വൈഡ് റെക്റ്റാങ്കുലർ സെക്ഷൻ എടുത്തപ്പോൾ വിഡ്ത്ത് ഓഫ് ചാനൽ പറഞ്ഞത് ബി എന്നാണ് പറഞ്ഞത്. സോ ഇക്വേഷൻ ബിക്കംസ് q² ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ഏരിയയുടെ ഇക്വേഷൻ ബി ഇൻറ്റു വൈ ആയിരുന്നു. അപ്പം a³ ചെയ്യുമ്പം b³ ഇൻറ്റു y³ എന്ന് വരും.
ഈ ബിയും ഇതിലൊരു ബിയും കൂടെ ക്യാൻസൽ ആയി ഇത് ബി സ്ക്വയർ ആയി മാറും. സോ ഇക്വേഷൻ ബിക്കംസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ബി സ്ക്വയർ വൈ ക്യൂബ്. ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ബി സ്ക്വയർ വൈ ക്യൂബ്. ഇനി ഇതിൽ ക്യാപിറ്റൽ ക്യൂ ബൈ ബിയെ നമ്മൾ സ്മോൾ ക്യൂ എന്ന് വിളിക്കും. ക്യാപിറ്റൽ ക്യൂ ബൈ ബിയെ നമ്മൾ സ്മോൾ ക്യൂ എന്ന് വിളിക്കും. സോ ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ നമ്മൾക്ക് സ്മോൾ ക്യൂ സ്ക്വയർ എന്ന് വിളിക്കാം. സോ സ്മോൾ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ജി വൈ ക്യൂബ് എന്ന് ആവും. സ്മോൾ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ജി വൈ ക്യൂബ് എന്നാവും ആ ഒരു ടേം. സ്മോൾ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ജി വൈ ക്യൂബ് എന്ന് ആവും എന്ത് ക്യൂ സ്ക്വയർ ടി ബൈ ജി ഐ ക്യൂബിൻ്റെ വാല്യൂ. ഇനി നമുക്കറിയാം ക്രിട്ടിക്കൽ ഡെപ്ത് വൈ സി എന്ന് പറയുന്നത് വൈ സി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി ദ ഹോൾ റൈസ് ടു 1/3 ആണെന്ന് നമുക്ക് അറിയാം. സോ അതിൽ നിന്നും ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ക്യൂ സ്ക്വയർ ബൈ ജി. ക്യൂ സ്ക്വയർ ബൈ ജി എന്നെ കാണാൻ വേണ്ടി അപ്പുറം ഇപ്പുറം ക്യൂബ് എടുത്തു. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വൈ സി ദ ഹോൾ ക്യൂബ് എന്നാവും. സോ നമുക്കിപ്പം ക്യൂ സ്ക്വയർ ബൈ ജിയുടെ ഇക്വേഷൻ കിട്ടി. അത് കൊണ്ടുപോയി കുറച്ച് മുമ്പ് കണ്ടുപിടിച്ച ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ക്യൂ സ്ക്വയർ ടി ബൈ ജി ഐ ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. സ്മോൾ ക്യൂ സ്ക്വയർ ബൈ ജി വൈ ക്യൂബ് എന്ന് കിട്ടിയിരുന്നു. അതിൽ കൊണ്ടുപോയി വൈ സി ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആ ഇക്വേഷൻ എങ്ങനെ വരും? ക്യൂ സ്ക്വയർ ടി ബൈ ജി ഐ ക്യൂബ് വിൽ ബി ഈക്വൽ ടു വൈ സി ബൈ വൈ ദ ഹോൾ ക്യൂബ് എന്ന് ആവും. ഇനി ഇതെല്ലാം കൂടെ കൊണ്ടുപോയി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എസ് നോട്ട് മൈനസ് എസ് എഫ് ഡിവൈഡ് ബൈ 1 മൈനസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ആയിരുന്നു ഇക്വേഷൻ. അതിൽ ഒരു എസ് നോട്ട് കോമൺ എടുത്തു. എസ് നോട്ട് കോമൺ എടുക്കുമ്പം ന്യൂമറേറ്റർ ബിക്കംസ് 1 മൈനസ് എസ് എഫ് ബൈ എസ് നോട്ട് എന്നാവും. ഡിനോമിനേറ്റർ സെയിം തന്നെ. ഇനി എസ് എഫ് ബൈ എസ് നോട്ട് നമ്മളൊരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 3. എസ് എഫ് ബൈ എസ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ എൻ ബൈ വൈ ദ ഹോൾ റൈസ് ടു 10/3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിനെ നമ്മൾ വൈ സി ബൈ വൈ ദ ഹോൾ ക്യൂബ് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 എന്ന് എടുക്കുക. അപ്പം അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ ബിക്കംസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എസ് നോട്ട് ഇൻറ്റു 1 മൈനസ് വൈ എൻ ബൈ വൈ ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് വൈ സി ബൈ വൈ ദ ഹോൾ ക്യൂബ്. ഇതാണ് dynamic equation for wide rectangular channel with GVF. Derivation important ആണ്, പഠിക്കുക.